റെക്കോർഡിംഗ്. ഇന്ന് രാവിലെ നമ്മുടെ ഒരു ടെമ്പററി വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ചെറിയൊരു ഡിസ്കഷൻ നടന്നു. അതിനകത്ത് രാഖി, ഷീജ, സീമ, ജസ്മോൻ, സജിത, മറ്റൊരു സജിത ട്രിവാൻഡ്രത്ത് നിന്ന്, പ്രശാന്ത്, ആതിര, സഫീന, യേശുദാസൻ, സുജിത്, ജയചന്ദ്രൻ, പ്രദീപ്, ത്വാഹിറ, അവര് ഇത്രയും പേര് ഇതിനകത്തുണ്ടോ? ഇതിനകത്ത് ആ ഡിസ്കഷനിൽ പങ്കെടുത്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു യെസ് ഇടാമോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ, വോയിസ് സംബന്ധമായ പ്രശ്നങ്ങൾ രാവിലത്തെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തവര്. സീമ ജെൻസൺ, യെസ്. ഓക്കെ, സീമ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ അതിനകത്ത് ആ ഡിസ്കഷനിൽ പങ്കെടുത്തവര് ഈ മീറ്റിംഗിൽ ഇല്ല എന്നാണോ? ഓക്കെ, ജി കെ പ്രദീപ്, യെസ്. ഓക്കെ, എനിവേ നമുക്ക് മുമ്പോട്ട് പോകാം. ഇപ്പൊ നിങ്ങളുടെ സൂമിന്റെ ഈ ഒരു ഇന്റർഫേസിൽ ഒരു പോള് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. പോള് ഞാൻ ലോഞ്ച് ചെയ്യുന്നു. അതിനകത്ത് ഒരു 15 ചോദ്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ വോയിസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ശരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 15 ചോദ്യങ്ങൾ. അതിന് ആ പ്രശ്നങ്ങൾ നിങ്ങൾക്കുള്ളവര് യെസ് എന്ന് അതിനകത്ത് സെലക്ട് ചെയ്യുക. യെസും നോയും ഉണ്ട്. അപ്പൊ യെസ് സെലക്ട് ചെയ്യുക. അപ്പൊ ഒരു പോള് ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. വളരെ ക്വിക്കായിട്ട് തന്നെ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ചിലർക്ക് ആ പോള് ഒരുപക്ഷെ വിസിബിൾ ആയിരിക്കില്ല. എല്ലാ ഡിവൈസിലും വിസിബിൾ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ട. സാധിക്കുന്നവർ ഈ പോളിൽ പങ്കെടുക്കുക. അപ്പൊ പോള് ഞാൻ ലോഞ്ച് ചെയ്യുന്നു. നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ ഒരു പോള് വരും. ഞാൻ ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതാരും കണ്ടിട്ടില്ല ഇതുവരെ. എനിക്ക് തോന്നുന്നു അത് ലോഡായി വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, അത് ലോഡായിട്ടുണ്ട്. ഒരാൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ ആൾ കംപ്ലീറ്റ് ചെയ്തു. 3 പേര് കംപ്ലീറ്റ് ചെയ്തു. നാല് പേര് കംപ്ലീറ്റ് ചെയ്തു. 5, 6. ഓക്കെ, സീമ, ഡോണ്ട് വറി. അത് നിങ്ങളുടെ വിൻഡോയിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കാനായിട്ട് ചില ഹാൻഡ്സെറ്റിൽ, ചില ഡിവൈസിൽ ഒരുപക്ഷെ പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. അതിനെക്കുറിച്ച് ടെൻഷൻ ആവണ്ട. ഞാൻ അതിന്റെ റിസൾട്ട് പറയുമ്പോൾ നിങ്ങളത് ഓർത്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് സീമ അതിനെക്കുറിച്ച് ഇപ്പോൾ ടെൻഷൻ ആവണ്ട. അത് കാണുന്നില്ല എന്ന് പറഞ്ഞ് വേറെ ഒരു പ്രത്യേക ഇതുമില്ല. ജസ്റ്റ് കേട്ടിരുന്നാൽ തന്നെ അത് മനസ്സിലാകും. പിന്നെ ഇതിന്റെ ഒരു റിസൾട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം, പോളിന്റെ റിസൾട്ട് പറഞ്ഞതിന് ശേഷം കേട്ടിരിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകും. വേറെ ടെൻഷനൊന്നും വേണം. അപ്പൊ 10 പേര് അത് അറ്റൻഡ് ചെയ്തു. 11, 12, അതായത് 52%, 54%. 13 പേര് കംപ്ലീറ്റ് ചെയ്തു. 14. മീറ്റിംഗിൽ 25 പേരുണ്ട്. ഏകദേശം 14 പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓക്കെ, ഞാനത് ഏകദേശം 80%, 62%-ഓളം പേര് ഈ ഒരു ക്വിസിൽ പങ്കെടുത്തു.
15 പേര്. മുതൽ 15 പേര്. അപ്പൊ ഞാൻ പോൾ എൻഡ് ചെയ്യാണ്. നമുക്ക് അതിന്റെ റിസൾട്ടും കൂടെ നോക്കാം. ഓക്കെ, അതിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. നമുക്കത് എങ്ങനെയാ നിങ്ങൾ ചെയ്തതെന്ന് നോക്കാം. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ 15 പേരും പറഞ്ഞു യെസ്, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. 3 പേർക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഇല്ല. വരികൾ പൂർത്തിയാക്കി പാടാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ എന്ന് 10 പേര് പറഞ്ഞു. ശ്രുതി മാറിപ്പോകുന്നുവെന്ന് 11 പേരും പറഞ്ഞു. അവർക്ക് പിച്ച് ഔട്ട് ആകുന്നുണ്ട്, ശ്രുതി സ്ലിപ്പായി പോകുന്നുണ്ട്, മാറിപ്പോകുന്നുണ്ട്. 12 പേര് പറഞ്ഞു കഫം കാരണമുള്ള കരകരപ്പ് ശബ്ദം ഉണ്ട്. 14 പേരും പറഞ്ഞൊരു പ്രശ്നമാണ് ഹൈ പിച്ച് പാടുമ്പോൾ സ്ട്രെയിൻ ഉണ്ട് എന്നുള്ളത്. 8 പേര് പറഞ്ഞു താഴ്ന്ന പിച്ച് കിട്ടുന്നില്ല എന്നുള്ളത്. 11 പേര് പറഞ്ഞു പാട്ട് പഠിക്കാൻ ഇതുവരെ സാഹചര്യം കിട്ടിയിട്ടില്ല. 4 പേര് പറഞ്ഞു ട്യൂൺ ഇല്ല, ഒരു പാട്ടിന് പറ്റിയ ഒരു ഈണമുള്ള ശബ്ദമല്ല എന്ന് 4 പേര് പറഞ്ഞു. 11 പേർക്ക് ആ ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു ക്ലാരിറ്റി മിസ് ചെയ്യുന്നുണ്ട് എന്ന് 6 പേര് പറഞ്ഞു. 9 പേർക്ക് ആ ഒരു പ്രശ്നമില്ല. 6 പേര് പറഞ്ഞു അവർക്ക് വോളിയം കുറവാണ്, ശബ്ദം കുറവാണ്, ഒച്ച കുറവാണ്. 9 പേര് പറഞ്ഞു തൃപ്തിയോടെ പാടാൻ സാധിക്കുന്നില്ല. 7 പേര് പറഞ്ഞു വരികൾ മറന്നു പോകുന്നു, സ്റ്റേജ് ഫിയർ ഒക്കെ വന്നിട്ട് വരികൾ മറന്നു പോകുന്നു. നേസൽ വോയിസ്, മൂക്കിലൂടെ വരുന്ന ഒരു ശബ്ദം, അത് അമിതമാണെന്ന് 5 പേര് പറഞ്ഞു. വെള്ളി വീഴുന്നു എന്ന് 7 പേര് പറഞ്ഞു. പാട്ട് പാടിയതിന് ശേഷം ദീർഘമായ ഒരു കാലഘട്ടത്തിന്റെ ഒരു ഇടവേള, പണ്ട് പാടിയിരുന്നു പക്ഷെ ഒരു ഗ്യാപ്പ് വന്നു എന്നുള്ളതാണ് 7 പേര് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പാട്ടിൻ്റെയും അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെയും ഒരു ശരിക്കും നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ബ്രീത്തിങ് പ്രോബ്ലം, അതുകൊണ്ട് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഒരു വരി കംപ്ലീറ്റ് ചെയ്ത് പാടാൻ പറ്റാതെ വരുന്നു. ശ്രുതി മാറിപ്പോവുക, കഫം കാരണമുള്ള കരകരപ്പ് ശബ്ദം, ഹൈ പിച്ച് പാടുമ്പോൾ വോക്കൽ സ്ട്രെയിൻ, ഒരു വോക്കൽ റേഞ്ച് നമുക്ക് കുറവായി വരുന്നു. ഹൈ പിച്ച് പാടുമ്പോഴും ഉണ്ട്, ലോ പിച്ച് പാടുമ്പോഴും താഴോട്ട് വരുന്ന നോട്ട്സുകൾ നമുക്ക് കിട്ടുന്നില്ല. ചിലർക്ക് കുഞ്ഞിലെ അല്ലെങ്കിൽ നല്ല സമയത്ത് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല, ട്യൂൺ ഇല്ലാതിരിക്കുക, ഇതൊക്കെയാണ് കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ഞാൻ എൻ്റെ കാര്യം ഓർക്കുകയാണ്. ഞാനും ശബ്ദ സംബന്ധമായ ഒരു വലിയ പ്രശ്നത്തിലൂടെ കടന്നുപോയ ഒരാളാണ്. 2016 കാലഘട്ടത്തൊക്കെ, 15-16 കാലഘട്ടത്തൊക്കെ, 15 എക്സാക്ട്ലി പറഞ്ഞ 15 ഒരു നവംബർ സമയത്തൊക്കെ എനിക്ക് ശബ്ദം കംപ്ലീറ്റ് നഷ്ടമായി. അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പറ്റാതെ, ഒന്നും പറയാൻ പറ്റാതെ കുറേ ദിവസം ഇങ്ങനെ സംസാരിക്കുമ്പോൾ എയർ മാത്രം വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു വോക്കൽ എക്സസൈസ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഈ ആദ്യമായിട്ട് വോക്കൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ തൊണ്ടയ്ക്കും എക്സസൈസും അല്ലെങ്കിൽ ശബ്ദം നന്നാകാനും എക്സസൈസാണ്. നമ്മൾ ബോഡി കംപ്ലീറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ജിമ്മിലൊക്കെ പോയി ചെയ്യുന്നത് അറിയാം. പക്ഷെ ശബ്ദത്തിന് ഇങ്ങനെ ഒരു എക്സസൈസ് ഒക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് വലിയ കൗതുകമായിട്ട് തോന്നി. എന്തായാലും ഞാനതൊക്കെ ചെയ്തു. എനിക്ക് നല്ല ഹീലിംഗ് ഉണ്ടായി, ശബ്ദമൊക്കെ തിരിച്ചു കിട്ടി. ആ സമയത്ത് ഞാൻ എൻ്റെ നമ്മുടെ തന്നെ ഗ്രാമത്തിൽ, നമ്മുടെ തന്നെ ചുറ്റുവട്ടത്തുള്ള ഒരു മ്യൂസിക് ബാൻഡിൽ കീബോർഡ് വായിക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തെ പാട്ടുകാരൊക്കെ, അതിൽ പാടിയിരുന്ന ഫ്രണ്ട്സൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, ബ്രീത്തിങ് പ്രശ്നം,
വരികൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത പിച്ച് മാറിപ്പോകുക. നമ്മൾ ഒരു കീയിൽ അല്ലെങ്കിൽ ഒരു പിച്ചിൽ ഒരു സ്കെയിലിൽ ഒരു പാട്ട് വായിച്ചു കൊടുക്കുമ്പോൾ അവർ ആ പിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ചികിത്സയുടെ ഭാഗമായി എനിക്ക് കിട്ടിയ ചില എക്സസൈസ് ഞാൻ അവരിലൊന്ന് പരീക്ഷിച്ചപ്പോൾ അവർക്ക് വലിയൊരു മാറ്റം അവരുടെ വോക്കൽ റേഞ്ചിലും ഒക്കെ കാണാനായിട്ട് പറ്റി. അപ്പോൾ അതാണ് വോക്കൽ കെയറിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് പിന്നെ അതൊരു കോഴ്സായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായത്. അപ്പോൾ വളരെ കുറച്ച് പേർക്ക്, എൻ്റെ ഫ്രണ്ട്സിനിടയിൽ മാത്രം ഞാൻ പരീക്ഷിച്ച ഒരു കാര്യം, എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം, റിസൾട്ട് കിട്ടിയ ഒരു കാര്യം, ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടാൻ പറ്റിയ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റി, അതിനൊരു കോഴ്സായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി അത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഒരു വോക്കൽ കെയറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. അപ്പം ഞാനും ഈ ഒരു സെയിം ഇഷ്യൂസിലൂടെ കടന്നുപോയ ആളും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ ട്രെയിൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കണ്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രാവിലെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ പ്രശ്നങ്ങളും ഈ വോയിസ് സംബന്ധിച്ച പ്രശ്നങ്ങളും തീർച്ചയായിട്ടും നമുക്ക് പരിഹരിക്കാൻ പറ്റും. ദെർ ഈസ് സൊല്യൂഷൻ. അത് പരിഹരിക്കാൻ പറ്റാത്ത, ഒരിക്കലും മാറ്റാൻ പറ്റാത്ത പ്രശ്നമൊന്നുമല്ല, അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ഈ ഒരു വെൽക്കം മീറ്റിങ്ങിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വോക്കൽ കെയറിൻ്റെ വെൽക്കം മീറ്റിങ്ങിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ മുൻപോട്ട് പോകുമ്പോൾ 3 പിക്ചേഴ്സ് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. ഒന്ന് ഒരു സ്റ്റാർട്ട്, പിന്നെ ഒരു ടാർജറ്റ്, ഒരു ഗോൾ, പിന്നെ ഒരു ദ വേ, വഴി, നമ്മൾ എങ്ങനെയാണ് ഈ ഗോളിലേക്ക് പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ആർക്കൊക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു എങ്ങനെയുള്ളവർക്കാണ് ഈ ട്രെയിനിങ്ങിൽ പ്രയോജനപ്പെടുന്നത്, ഈ ട്രെയിനിങ് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഇതിനകത്ത് ഒരു റിസൾട്ട് കിട്ടുന്നത്, ഒരു ടാർജറ്റ്, ഒരു ഗോൾ എന്താണ്, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 3 പിക്ചേഴ്സും കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ ട്രെയിനിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആർക്കൊക്കെ ജോയിൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ ഒരു ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാം. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇത്തരമൊരു എക്സസൈസ് ചെയ്യാൻ ഒരു കുട്ടിക്ക് അവസരം കിട്ടിയാൽ, അത് പ്രയോജനപ്പെടുത്തിയാൽ, കുഞ്ഞിലെ തന്നെ ആ ഒരു സിംഗിങ് കപ്പാസിറ്റി, വോക്കൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനും തൊണ്ടയിലെ മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പോൾ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇത് സഹായകമാകും. അതോടൊപ്പം ടീനേജിലാണ് ഒരുപാട് വോയിസ് ചേഞ്ച് കുട്ടികൾക്കുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ടീനേജിലെ ആൺകുട്ടികൾക്കൊക്കെ ശബ്ദം ഇങ്ങനെ 2 ടോണിൽ, ഫീമെയിൽ വോയിസിലും ചിലപ്പോൾ സംസാരിക്കുമാരും, മെയിൽ വോയിസിലും സംസാരിക്കും. വോക്കൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഒരു വോക്കൽ ഐഡന്റിറ്റി ക്രൈസിസ് അവർക്കുണ്ടാകും. ഫീമെയിൽ വോയിസ് ആണ്, മെയിൽ വോയിസ് ആണ്. കുഞ്ഞിലെ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്ന പല കുട്ടികളും ഈ ഒരു ടീനേജിലെ പ്രശ്നം കാരണം സിംഗിങ് ഡ്രോപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പം അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക, ശരിക്ക് ഒരു അവരുടെ ഒരു സിംഗിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ എക്സസൈസുകൾ സഹായിക്കും. ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുക, അവരെ സിംഗിങ്ങിലേക്ക് ലീഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടീനേജേഴ്സിന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ബിഗിനർ വിത്തൗട്ട് മ്യൂസിക് ലേണിംഗ്, സംഗീതം പഠിക്കാത്ത ഒരാൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ പറഞ്ഞ് മനസ്സിലാക്കും. ശ്രുതി എന്താണ്, പിച്ച് എന്താണ്, മ്യൂസിക് നോട്ട് എന്താണ്, എങ്ങനെ ഹൈ പിച്ച് പാടണം, എങ്ങനെ ലോ പിച്ച് പാടണം, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ സാധിക്കും. സ്ട്രഗ്ലിംഗ് സിംഗർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ ബ്രീത്തിങ് ഇഷ്യൂസ്, പിച്ച് പ്രശ്നമുള്ളവർ, അതുപോലെ കഫത്തിന്റെ പ്രശ്നമുള്ളത്, വോക്കൽ കൺഫ്യൂഷൻ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ട് സിംഗിങ് ബെറ്റർ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവരെ നമുക്ക് ഈ ട്രെയിനിങ്ങിലൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതായത് മനസ്സിൽ സംഗീതമുണ്ട്, പക്ഷെ അത് വ്യക്തമായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവരെ നമുക്ക് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ലേൺഡ് മ്യൂസീഷ്യൻ, നന്നായി മ്യൂസിക് പഠിച്ച് സ്റ്റേജിലൊക്കെ ഷോസ് ഒക്കെ പെർഫോം ചെയ്യുന്നവർക്കും ഈ ഒരു ട്രെയിനിങ് പ്രയോജനപ്പെടും. കാരണം അവര് ലോങ് ആയിട്ടൊക്കെ ഒരുപാട് നേരമൊക്കെ ഷോസ് ഒക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ അവരുടെ വോയിസിന്റെ ക്വാളിറ്റി, ആ ഷോയുടെ തുടക്കത്തിൽ നല്ല ക്വാളിറ്റി ആയിരിക്കും, പക്ഷെ 1-2 പാട്ടൊക്കെ പാടി കഴിയുമ്പോൾ ആ ക്വാളിറ്റിയിൽ കുറവ് വരും, മാറ്റം വരും. അപ്പൊ അതങ്ങനെ സംഭവിക്കാതെ അവർക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയുള്ള ശബ്ദം ആ ഒരു ഷോയുടെ അവസാനം വരെ, ഒരു പ്രഭാഷണമായാലും, അതെ, സിംഗിങ് മാത്രമല്ലല്ലോ, പ്രഭാഷണമായാലും തുടക്കത്തിലുള്ള ആ ഒരു ക്വാളിറ്റി, മണിക്കൂറുകൾ പ്രസംഗിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി
നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനെ വോക്കൽ സ്റ്റാമിന എന്നാണ് പറയുക. നമുക്ക് ഒരുപാട് നേരം ശബ്ദം ക്വാളിറ്റിയോടുകൂടി ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സ്റ്റാമിന അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ എക്സസൈസുകളിലൂടെ കഴിയും. സിംഗേഴ്സ് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ പ്രഭാഷകർക്കും എല്ലാ ജോണറിലുള്ള പാട്ടുകാർക്കും, അത് ലളിതഗാനമായാലും സിനിമാ ഗാനമായാലും ഗസലായാലും ശാസ്ത്രീയ സംഗീതമായാലും വെസ്റ്റേൺ മ്യൂസിക് ആയാലും ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക്കിലുള്ളവർക്കും അവരുടെ സിംഗിങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ട്രെയിനിങ് ഹെൽപ്ഫുൾ ആയിരിക്കും. സ്റ്റേജ് ഫിയർ ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ രാവിലത്തെ ഡിസ്കഷനിൽ ഒരാൾ അത് പറഞ്ഞിരുന്നു, സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ട്. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ശബ്ദത്തെ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ ഈ സ്റ്റേജ് ഫിയർ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അതോടൊപ്പം കുറേ വർഷങ്ങൾക്ക് മുൻപ് പാടിയിരുന്നു, പിന്നെ പ്രാരാബ്ധങ്ങളൊക്കെ ആയപ്പോൾ ഇപ്പൊ പാട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പോഴാണ് തിരിച്ചറിയുന്ന ഒന്ന് പാടിയിരുന്നെങ്കിൽ, പക്ഷെ ഇപ്പൊ പാടി നോക്കിയപ്പോൾ വോക്കൽ സ്ട്രെയിൻ ഉണ്ട് നന്നായിട്ട്. നേരത്തെ രാവിലത്തെ ഡിസ്കഷനിൽ ഒരാൾ പറഞ്ഞു പാടുമ്പോൾ ഇങ്ങനെ മസിലൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകിയിട്ട് മുഖം തന്നെ വികൃതമാകുന്നു. ആ വീഡിയോ കാണുമ്പോൾ അയാൾക്ക് തന്നെ പറഞ്ഞ ആള് പറഞ്ഞതാ, അപ്പോൾ അയാൾക്ക് തന്നെ അതൊരു അഭംഗിയായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വോക്കൽ സ്ട്രെയിൻ ഉണ്ടാകുന്നവർക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതോടൊപ്പം എല്ലാ പ്രൊഫഷൻസില് ടീച്ചേഴ്സും ആക്ടേഴ്സ് അതുപോലെ പ്രൊഫഷണൽസിൽ ടീച്ചേഴ്സ് എനിക്ക് ഒത്തിരി പേര് നമ്മുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം രാവിലെ മുതൽ കുട്ടികളോട് ഇങ്ങനെ പഠിപ്പിക്കുകയും ഒത്തിരി സംസാരിക്കുകയും, എന്നാൽ സിംഗിങ്ങിന്റെ കാര്യം വരുമ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ട്രഗിൾ ഉണ്ട്. ശബ്ദം ടയേർഡായി പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ഇത് രണ്ടും മാനേജ് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് എടുത്താൽ, ശബ്ദത്തെ കുറച്ചുകൂടെ സൂക്ഷിച്ചാൽ, ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ അവർക്കും ഈ ഒരു ട്രെയിനിങ് പ്രയോജനപ്പെടുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇത്രയും ഏരിയാസിലുള്ളവർക്ക്, ഇത്രയും സ്ട്രഗിൾസ് ഉള്ളവർക്ക് നമ്മുടെ ട്രെയിനിങ് പ്രയോജനം ചെയ്യുന്നു. അപ്പൊ ഇനി ഗോൾ, ഇത് ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു നേട്ടം അല്ലെങ്കിൽ അതിന്റെ ഒരു നമുക്കുണ്ടാകുന്ന ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദം കൊണ്ട് മറ്റുള്ളവർക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള എനർജി കൊടുക്കുക. ഈ ഒരു കൊച്ചു വീഡിയോ, അതിലൊരു പാട്ടുകാരൻ പാടുന്നുണ്ട്, പക്ഷേ പാട്ടുകാരൻ പാടുന്നു, അയാളുടെ ആ ശബ്ദം എന്തുമാത്രം ഇമ്പാക്റ്റ്, ഇൻഫ്ലുവൻസ് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഓഡിയോ ഇല്ല, പക്ഷെ വീഡിയോ മാത്രം ഞാനത് പ്രസന്റ് ചെയ്യുന്നത്. അയാളുടെ ശബ്ദം, അയാൾ എന്ത് എനർജി ആയിട്ട് പാടുന്നു, വളരെ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് അയാൾ പാടുന്നു, ആ എനർജി മറ്റുള്ളവരിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. മറ്റുള്ളവരെ ഹാപ്പി ആക്കാനായിട്ട് പറ്റുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന ഒരു വലിയ എന്താ പറയുന്നത്, ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരെ ഹാപ്പി ആക്കാനായിട്ട് പറ്റുക. അപ്പൊ നമുക്ക് നമ്മുടെ ശബ്ദത്തെക്കുറിച്ച് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഹാപ്പിനെസ് നമുക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പൊ അതുകൊണ്ട് വോക്കൽ കെയറിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന അതാണ്, മേക്ക് യുവർ സെൽഫ് ആൻഡ് യുവർ ഓഡിയൻസ് ഹാപ്പി. നിങ്ങളുടെ ശബ്ദം കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യുക, നിങ്ങളുടെ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുക. മേക്ക് യുവർ സെൽഫ് ആൻഡ് യുവർ ഓഡിയൻസ് ഹാപ്പി. അതാണ് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ മേഖലകളിൽ നമുക്ക് മാറ്റമുണ്ടാകും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ധാരണകളിൽ മാറ്റമുണ്ടാകും എന്നാണ് ഞാൻ ഇനി കുറെ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, എന്നോടൊപ്പം വരുന്നുണ്ടോ? കമന്റ് ബോക്സിൽ ഒരു യെസ് തരാമോ? ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമുക്ക് ഡിസ്കഷൻ അവസാനം സമയം ഞാൻ ഓപ്പൺ ചെയ്യാം. ഒരു 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. അപ്പൊ അതിനിപ്പോ പ്രസന്റേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ. ഒത്തിരി യെസ് തന്നു, താങ്ക് യു. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ ട്രെയിനിങ്ങിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ചേഞ്ചസ്, ഒന്ന് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ വോയിസ്. നമ്മുടെ ശബ്ദത്തെ നമ്മൾ കുറച്ച് കാര്യമായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങും. അതിനെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും. എൻ്റെ ശബ്ദവും മറ്റൊരാളിൻ്റെ ശബ്ദവും എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം, ആ ശബ്ദത്തിൻ്റെ സ്വഭാവം എന്താണെന്നൊക്കെ നമ്മൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങും. നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചതുപോലെയോ വീക്ഷിച്ചതുപോലെയോ അല്ല ഇനി മുതൽ നമ്മൾ ഈ ഒരു ട്രെയിനിങ് കഴിയുമ്പോൾ നമ്മൾ ശബ്ദത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്, ഇംപ്രൂവ് ബ്രീത്തിങ് കപ്പാസിറ്റി വിത്ത് ടെക്നിക്സ്. ചില ടെക്നിക്സിലൂടെ, എക്സസൈസിലൂടെ നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി നമ്മൾ ഇംപ്രൂവ് ചെയ്തെടുക്കും. പിച്ച് ഇംപ്രൂവ് ചെയ്യും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പണ്ട് ഞാൻ ഒരു പിച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർ വേറെ ഏതെങ്കിലും പിച്ചിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ചിലർ കരോക്കയ്ക്ക് ഒരു പിച്ച് ഓൾറെഡി സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ആ പിച്ച് ഏതാണെന്ന് മനസ്സിലാക്കി അതേ പിച്ചിൽ പാടുമ്പോഴാണ് മാച്ച് ചെയ്ത് പാടാൻ പറ്റുന്നത്. അപ്പോൾ
ആ പിച്ച് മാച്ച് ചെയ്ത് വരുന്ന ഒരു സിംഗിങ്, അതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. പിച്ച് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമ്മുടെ ശബ്ദത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ, ഒരു ഫുൾ പവർ നമുക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും. പലരും ഈ തൊണ്ടയ്ക്ക് അകത്ത് വെച്ച്, വായ്ക്കകത്ത് വെച്ച് വായ് തുറന്ന് പാടാതെ, ഓപ്പൺ ആയിട്ട് പാടാതെ, അവരുടെ വോയിസിന്റെ ഒരു ഫുൾനെസ് പൂർണ്ണമായിട്ടും പുറത്തു കൊണ്ടുവരാതെ പാടും. അപ്പൊ അത് മാറ്റിയിട്ട് അവരുടെ ശബ്ദത്തിന്റെ പൂർണ്ണത കൈവരിക്കാനായിട്ട്, അതിലേക്ക് വരാനായിട്ട് നമുക്ക് കഴിയും. കംപ്ലീറ്റ് വോയിസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ വോക്കൽ ഹൈജീൻ, വൃത്തി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരോഗ്യം സംബന്ധിച്ച്. അപ്പോൾ ആരോഗ്യമുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ശബ്ദം നമ്മൾ സംരക്ഷിച്ചെടുക്കാനായിട്ട് വൃത്തിയോടുകൂടെ നമ്മുടെ ശബ്ദത്തെ സൂക്ഷിക്കും. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ പഠിക്കും. പിന്നെ അവയർനെസ് ഓൺ വോയിസ് യൂസ് ആൻഡ് കെയർ, ശബ്ദം എങ്ങനെ സൂക്ഷിക്കണം, ശബ്ദം എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ ചിലരൊക്കെ ഈ ശബ്ദം ഉണ്ടാകുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള, വളരെ ചെറിയൊരു നേർത്തൊരു തൊണ്ടയിലെ ഒരു വോക്കൽ ഫോൾസിൽ നിന്നാണ് എന്നറിയാതെ നമ്മൾ ഈ ഷൗട്ട് ചെയ്യുക, കുറച്ച് കീറി വിളിക്കുക. അപ്പൊ അതൊക്കെ ശബ്ദത്തിന് ഡാമേജ് ഉണ്ടാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അങ്ങനെയൊന്നും ചെയ്യാതെ, ഷൗട്ട് ചെയ്യാതെ ശബ്ദത്തെ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പഠിക്കുകയും ചെയ്യാം. ആ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാകും. വോയിസ് ഈസ് ടു ബി കെയർഡ്, നമ്മുടെ ശബ്ദം സൂക്ഷിക്കേണ്ടതാണ് എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ വരും. പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദം യുണീക്ക് ആണെന്നും അത് നമ്മുടെ ഒരു ഐഡന്റിറ്റി ആണെന്നും ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരും. ഇപ്പോൾ എനിക്ക് യേശുദാസ് ആകണം എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു റീസണും അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ശരിയല്ല. എനിക്ക് എൻ്റെ ശബ്ദമാണ് ഡെവലപ്പ് ചെയ്യേണ്ടുന്നത്. അപ്പൊ അവരവരുടെ ശബ്ദമാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. വേറൊരാളിന്റെ ശബ്ദം പോലെ ആക്കാനായിട്ട് ചിലർ പറയണ്ട എനിക്ക് ബേസ് ഭയങ്കരമായിട്ടാണ്. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് ദാസേട്ടന്റെ ശബ്ദമാകാനായിട്ട്. ഹൈ പിച്ച് പാടണം, ഹൈ ടോൺ കിട്ടണം. അപ്പൊ അങ്ങനെയൊക്കെ വേറൊരാളുടെ ശബ്ദമാകാനായിട്ടല്ല നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം ഡെവലപ്പ് ചെയ്യാനായിട്ടാണ്. അപ്പൊ എല്ലാവരും അവരവരുടെ ശബ്ദം ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് നോക്കേണ്ടത്, അതിന്റെ പൊട്ടൻഷ്യൽ കണ്ടെത്താനായിട്ടാണ് നോക്കേണ്ടത്. അപ്പൊ 2 സിംഗേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്താം. മാൽഗുഡി ശുഭ എന്ന് പറയുന്ന ഒരു സിംഗർ, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാം. അതുപോലെ ഉഷ ഉതുപ്പ്. അപ്പോൾ നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളവരാണ്. പക്ഷെ വേറൊരു ആംഗിളിൽ നിന്നുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകാരികൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ 2 സിംഗേഴ്സും വരുന്നത്. ലതാ മങ്കേഷ്കറൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ഇവരുടെയൊക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള വോയിസ്, ഇവര് മറ്റവരെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന അവരവരുടെ വോയിസിന്റെ ഒരു ഡെപ്ത് കണ്ടെത്തിയും അതിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തവരാണ്. അപ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാം, സാധാരണ ഒരു സ്ത്രീകളുടെ ഒരു ശബ്ദമല്ല, വേറിട്ടൊരു ശബ്ദമാണ്. പക്ഷെ അവര് അയ്യോ ഞങ്ങൾക്ക് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ശബ്ദം ഇല്ലല്ലോ എന്നവർ സങ്കടപ്പെടാതെ അവർക്ക് കിട്ടിയ ആ ശബ്ദം അവർ ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്തു. തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദിയുമായി ചലച്ചിത്ര പിന്നണി ഗാന. മലയാളത്തിൽ ശുഭ കൈലാസ് എന്നാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. പോലെ മാന്നാർ മത്തായിലെ മച്ചാനെ വാ എന്ന ഗാനവും, രാജധാനി, സൈന്യം, ഡിഷും, പാർവൈ പാടിയിരിക്കുന്നത് ശുഭയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഉഷ ഉതുപ്പ് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു പരുക്കൻ ശബ്ദമാണ്. പക്ഷെ ക്യൂൻ ഓഫ് ഇന്ത്യൻ പോപ്പ് മ്യൂസിക് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അവർ ആ ശബ്ദത്തെ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. പെട്ടെന്ന് ഓർമ്മയിൽ വന്ന രണ്ടുപേരെ ഞാൻ പ്രസന്റ് ചെയ്തു എന്നുള്ളൂ. അത് വേറെ ഏതോ ഒരു യൂട്യൂബ് വീഡിയോ ആണ് ഞാൻ പ്രസന്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ശബ്ദത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു വ്യത്യാസം. നമ്മുടെ ശബ്ദം ഇമ്പ്രൂവ് ചെയ്യുക, അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഡു യു എഗ്രി വിത്ത് മീ? എന്നോട് ഞാൻ ഈ പറഞ്ഞ ഒരു ആശയത്തോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ?
നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കാമോ? നമ്മൾ വേറൊരാളുടെ ശബ്ദത്തിലേക്ക് മാറാതെ നമ്മുടെ ശബ്ദം കണ്ടെത്തുക, നമ്മുടെ ഐഡന്റിറ്റി അതാണ്, അത് ഡെവലപ്പ് ചെയ്യുക. യു ക്യാൻ ഡിസഗ്രി വിത്ത് മീ, അതിന് ഒബ്ജക്ഷൻ പറയുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അത് കൺവിൻസ് ചെയ്യാൻ കൂടെ വേണം നിങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ട്രെയിനിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ശബ്ദം ഡെവലപ്പ് ചെയ്യുക, അതിന്റെ ഒരു ഫുൾനെസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, കുറെ യെസ് തന്നു, താങ്ക് യു. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ട്രെയിനിങ് നടക്കുന്നത്? എങ്ങനെയാണ് ഈ ഒരു ജേണി എന്ന് പറയുന്നത്? എങ്ങനെ നമുക്ക് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ ശബ്ദം നമുക്ക് ഡെവലപ്പ് ചെയ്യാം? അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ വീഡിയോ ലെസൺസ് ആണ്. വോക്കൽ എക്സസൈസിന്റെ വീഡിയോ ലെസൺസ് ആണ്. വീഡിയോ ലെസൺസ് ഉള്ളത് മൊബൈൽ ആപ്ലിക്കേഷനിലാണ്. നമ്മുടെ വോക്കൽ കെയറിന്റെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനിലാണ് വീഡിയോ ലെസൺസ് ഉള്ളത്. അപ്പൊ ഈ സൂം മീറ്റിംഗ് എന്ന് പറയുന്നത് ക്ലാസ് അല്ല. നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് വീഡിയോ ലെസൺസ് മൊബൈൽ ആപ്ലിക്കേഷനിൽ. ഈ ക്ലാസ് എന്ന് പറയുന്നത് ആ വീഡിയോ ലെസൺസിനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ വരുത്താനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു മീറ്റിംഗ് ആണ്, സൂം മീറ്റിംഗ് ആണ്. പക്ഷെ നമ്മുടെ ക്ലാസ് വരുന്നത് എവിടെയാണ്? നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലാണ്. അപ്പോൾ അതിൽ 2 കോഴ്സുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു വോയിസ് ട്രെയിനിങ്, അതൊരു 1 hour ക്ലാസ് ആണ്. 1 മണിക്കൂറാണ് ആ ക്ലാസ്സിൻ്റെ ദൈർഘ്യം. ഒരു 1 hour ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ ആണത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് എങ്ങനെ നമ്മുടെ ശബ്ദം ഉണ്ടാകുന്നു, വോക്കൽ ഹൈജീൻ, നമ്മൾ എന്തുകൊണ്ട് ശബ്ദം വൃത്തിയോടുകൂടെ സൂക്ഷിക്കണം, മ്യൂസിക്കൽ പിച്ച് എന്താണ്, ആ പിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബ്രീത്തിങ്ങിന്റെ പ്രാധാന്യം എന്താണ്, ചില ബ്രീത്തിങ് ടെക്നിക്സുകൾ അതിനകത്ത് നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ഈ 1 hour ക്ലാസ്സിൽ. പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന കോഴ്സ്, അപ്പൊ ഈ 1 hour കഴിഞ്ഞു കഴിഞ്ഞാൽ 1 month ട്രെയിനിങ്ങിന്, ആ 1 month ട്രെയിനിങ്ങിന്റെ ഡീറ്റെയിൽസും അതിന്റെ ഫീസ് വിവരങ്ങളും എല്ലാം ഈ 1 hour ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തും. അപ്പോൾ ഒരു വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ട് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോയാൽ മതി. ആദ്യം ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പങ്കെടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വിവരങ്ങളും ഈ 1 hour തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മ്യൂസിക്കിനെ കുറിച്ചും ശബ്ദത്തെക്കുറിച്ചും ഈ വോക്കോളജി എന്ന് പറയുന്ന, അല്ലെങ്കിൽ വോയിസ് ട്രെയിനിങ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇതിനകത്തുനിന്ന് കിട്ടും. കൂടാതെ 1 month ട്രെയിനിങ്ങിന്റെ ഡീറ്റെയിൽസ്, ആ ക്ലാസ് എങ്ങനെയാണ് നടക്കുന്നത്, 1 month ട്രെയിനിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ് ഈ 1 hour ക്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ 1 hour, നേരെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയാൽ പോരെ? അല്ല, നമ്മുടെ ആ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ കോഴ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പരിചയപ്പെടുക. ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് എത്രമാത്രം കിട്ടുന്നു, നിങ്ങൾ കൺവിൻസ്ഡ് ആവുക, നിങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. പിന്നെ ചിലർ 1 hour ക്ലാസ് പർച്ചേസ് ചെയ്തിട്ട് തിരക്ക് കാരണം അവർക്കൊന്ന് 1 hour ക്ലാസ് പോലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തവരുണ്ട്. അപ്പം അങ്ങനെ അത്രയും തിരക്കൊക്കെ ഉള്ളവർക്ക് ഒരു ഡെയിലി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു 1 month ട്രെയിനിങ്ങിലും ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊരു ട്രയൽ വേർഷൻ പോലെ, അല്ലെങ്കിൽ ഇതൊരു പരീക്ഷണം പോലെ നിങ്ങൾ ആദ്യം ഈ 1 hour ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ആ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഒന്ന് പരിചയപ്പെട്ട് നമ്മൾ തമ്മിലൊരു സൗഹൃദവും പരിചയവും ഒക്കെ ഉണ്ടായി അത് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ 1 monthലേക്ക് പോകാം. അപ്പോൾ 99 രൂപയാണ് നമ്മുടെ 1 hour ക്ലാസ്സിൻ്റെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത്. 99 രൂപയാണ്. വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് വേറൊരു ഓഫറിനും അത് കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഒടുവിൽ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ 1 hour ക്ലാസ്സിൻ്റെ പ്രത്യേകത. 1 hour ക്ലാസ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു വോയിസ് ട്രെയിനിങ്. വോയിസ് ട്രെയിനിങ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ചില ബ്രീത്തിങ് എക്സസൈസുകളും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ വരുന്ന നമ്മുടെ 1 month ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിലും അതിനകത്ത് പറയുന്നുണ്ട്. ഒരു 70% ഒരു നമ്മുടെ വോയിസ് ട്രെയിനിങ്ങിനെ കുറിച്ചും ഒരു 30% നമ്മുടെ 1 month ട്രെയിനിങ്ങിനെ കുറിച്ചുമായിരിക്കും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് വരുന്നത് നമ്മുടെ 1 month ട്രെയിനിങ്ങിലാണ്. അപ്പോൾ 1 hour ക്ലാസ്, 1 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് 1 month ട്രെയിനിങ്ങിലേക്ക് പോകേണ്ടുന്നത്. അപ്പോൾ അതിനകത്ത് എക്സസൈസ് ആണ് കംപ്ലീറ്റ്ലി വരുന്നത്. വാമപ്പ് എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ്, പിച്ച് ഇംപ്രൂവ്മെന്റ് എക്സസൈസ്, വോക്കൽ എക്സസൈസ്, ഹൈ പിച്ചും ലോ പിച്ചും പാടാനായിട്ടുള്ള എക്സസൈസുകൾ, പിന്നെ മ്യൂസിക്കൽ കരിയർ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് 25
നമ്മുടെ 1 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും കിട്ടും. നിങ്ങളുടെ ഒരു മ്യൂസിക് കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സപ്പോർട്ടും കിട്ടും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. എങ്ങനെയാണ് നമ്മൾ വോയിസിനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുന്നത്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വീഡിയോ ലെസൺസ് ആണ്. അത് ലഭിക്കുന്നത് മൊബൈൽ ആപ്ലിക്കേഷനിലാണ്. വാട്സപ്പിലോ യൂട്യൂബിലോ സൂമിലോ അല്ല നമ്മുടെ വീഡിയോ ലെസൺസ് ലഭിക്കുന്നത്. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ, വോക്കൽ കെയറിന്റെ മൊബൈൽ ആപ്ലിക്കേഷനിലാണ് നമ്മുടെ വീഡിയോ ലെസൺസ് ലഭിക്കുന്നത്. അപ്പോൾ അത് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. ഡെമോൺസ്ട്രേഷൻ അതിനകത്ത് കിട്ടും. ഓരോ എക്സസൈസും എങ്ങനെ ചെയ്യണമെന്നുള്ള ഡെമോൺസ്ട്രേഷൻ കിട്ടും. അപ്പോൾ 1 അവർ ക്ലാസ്സിൽ, ആദ്യം ഞാൻ പറഞ്ഞ ആദ്യത്തെ കോഴ്സ് 1 അവർ ക്ലാസ് എന്ന് പറയുന്നത് 1 മണിക്കൂർ 10 മിനിറ്റോളം ദൈർഘ്യം വരും. പക്ഷെ 1 മന്ത് ട്രെയിനിങ്ങിൽ വരുമ്പോൾ വെറും 5 മിനിറ്റ് 6 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് ഒക്കെയുള്ള ഷോർട്ട് വീഡിയോസ് ആണ്. അപ്പൊ അത് ആ ഡെമോൺസ്ട്രേഷൻ ചെയ്യും. ഒരു എക്സസൈസ് എങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കൽ അതിനകത്ത് കാണിച്ചു തരും. അത് 5 പ്രാവശ്യം ചെയ്യാനോ 6 പ്രാവശ്യം ചെയ്യാനായിട്ട് ആ ലെസണിൽ ആവശ്യപ്പെടും. അപ്പൊ നിങ്ങളത് ചെയ്യുമ്പോൾ ഒരു പക്ഷെ 10-15 മിനിറ്റ് ഒക്കെ എടുക്കും. പക്ഷെ വീഡിയോ ലെസൺസ് 5 മിനിറ്റ് ഒക്കെ ഉള്ള 5 മിനിറ്റിനുള്ളിലുള്ള ലെസൺസ് ആയിരിക്കും ഓരോ ദിവസവും കിട്ടുന്നത്. അപ്പോൾ എനി ടൈം വിത്ത് ലൈഫ് ടൈം വാലിഡിറ്റി, അതായത് 1 മന്ത് ട്രെയിനിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ആ വീഡിയോ ലെസണ് ലൈഫ് ടൈം വാലിഡിറ്റി ഉണ്ട്. അത് 10 ദിവസം മാത്രമുള്ള അല്ലെങ്കിൽ 1 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നല്ല. നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം ആക്സസ് വാലിഡിറ്റി എപ്പോഴും നിങ്ങൾക്ക് ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ ആ ലെസൺസ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. വാട്സപ്പിലൊക്കെ അയക്കുന്നത് പോലെ അത് ഡിലീറ്റ് ആവുകയും അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യില്ല. അതുപോലെ മൾട്ടി ഡിവൈസസിൽ, ഒരു ഫോണിലോ അല്ലെങ്കിൽ ടാബിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ നമുക്ക് മാറി മാറി ഉപയോഗിക്കാനായിട്ട് മറ്റ് മൾട്ടി ഡിവൈസസ് ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞത് നമ്മുടെ വീഡിയോ ലെസൺസ് ആണ്. അതിൻ്റെ 2 കോഴ്സുകളെ നമ്മൾ പരിചയപ്പെട്ടു. രണ്ടാമത്തെ കാര്യം ചാറ്റ് സപ്പോർട്ട്, ഹോംവർക്ക്. ഈ കാര്യങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ എനിക്ക് അയച്ചു തരേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലെസൺസ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ തോന്നിയാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല. നേരെ എൻ്റെ വാട്സപ്പിലേക്ക് സാർ അതെന്താണ് എന്ന് ചോദിച്ച് വ്യക്തമാക്കിയിട്ട് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ അതാണ് ചാറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ ടെക്നിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്കത് സോൾവ് ചെയ്തിട്ട് അടുത്ത പാർട്ടിലേക്ക് പോകാം. പിന്നെ ഓരോ വീഡിയോ ലെസൺസിൻ്റെയും 1 മന്ത് ട്രെയിനിങ്ങിലെ ഓരോ വീഡിയോ ലെസൺസിൻ്റെയും ഒടുവിൽ ചെറിയൊരു ഹോംവർക്ക് ഒക്കെ ഉണ്ടാകും. അത് സബ്മിറ്റ് ചെയ്യേണ്ടുന്നതും വാട്സപ്പിലേക്കാണ്. വോക്കൽ കെയറിന്റെ വാട്സപ്പ് എന്ന് പറയുന്നത് 6238241968 എന്ന് പറയുന്ന ഈ നമ്പറാണ്. ഈ ഒരൊറ്റ നമ്പറാണ്. മറ്റ് ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചില വേറെ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തൊന്നും നിങ്ങൾക്കൊരു റിപ്ലൈ കിട്ടത്തില്ല. അതിൽ ഓട്ടോ മെസ്സേജ് ആയിട്ട് നേരെ നിങ്ങൾ ഈ നമ്പറിലേക്ക് വരാനായിട്ട് ഡയറക്റ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ വോക്കൽ കെയറെ സംബന്ധിച്ച് എന്ത് സംശയമോ ക്ലാരിഫിക്കേഷനോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടുന്നത് ഈ ഒരു നമ്പറാണ്, 6238241968 മറ്റൊരു നമ്പറിലും ആക്റ്റീവായിട്ടുള്ള ഒരു ചാറ്റ് സപ്പോർട്ട് നമുക്ക് ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ വാട്സപ്പിലൂടെയുള്ള ചാറ്റ് സപ്പോർട്ട്. അപ്പോൾ ഒന്നാമത് പറഞ്ഞത് എന്താ? വീഡിയോ ലെസൺസ് അല്ലേ. രണ്ടാമത് പറഞ്ഞത് വാട്സപ്പിലൂടെയുള്ള ചാറ്റ് സപ്പോർട്ട്. അപ്പോൾ ഈ ട്രെയിനിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് വീഡിയോ ലെസൺസ്, രണ്ടാമത് നമ്മുടെ ചാറ്റ് സപ്പോർട്ട് വാട്സപ്പിലൂടെ. അടുത്ത് വരുന്നത് വീക്ക്ലി സൂം മീറ്റിംഗ് ആണ്. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 9:15 മുതൽ ഒരു സൂം മീറ്റിംഗ് ഉണ്ട്, വീക്ക്ലി സൂം മീറ്റിംഗ്. അപ്പോൾ അതിൽ ആ ആഴ്ചയിൽ നിങ്ങൾ എക്സസൈസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു അന്വേഷണവും, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോഴോ തന്നെ ചോദിച്ച് മനസ്സിലാക്കാനും, ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് അടുത്ത ആഴ്ച വളരെ എഫക്റ്റീവായിട്ട് ട്രെയിനിങ് മുന്നോട്ട് കൊണ്ടുപോകാനും നൽകുന്ന ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് ഈ സൂം മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതോടൊപ്പം നമ്മുടെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന മറ്റു ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാനും അവരെ പരിചയപ്പെടാനും ഒക്കെയുള്ള ഒരു വീക്ക്ലി മീറ്റിംഗ് ആണ് സൂം മീറ്റിംഗ് എന്ന് പറയുന്നത്. അതിനെ വോക്കൽ ക്ലബ് എന്നാണ് പറയുന്നത്. വോക്കൽ ക്ലബ്ബ് നടക്കുന്നത് വെള്ളിയാഴ്ച 9:15 അതൊരു ക്ലാസ് അല്ല, ബട്ട് ഇറ്റ് ക്ലാരിഫൈസ് ഡൗട്ട്സ്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാനും ഒരു ഫെലോഷിപ്പും ഒരു സൗഹൃദ സംഭാഷണത്തിനൊക്കെയുള്ള ഒരു മീറ്റിംഗ് ആണത്. അതോടൊപ്പം വോക്കൽ കെയറിന്റെ പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യുന്നതും ഈ വോക്കൽ ക്ലബ് മീറ്റിംഗിലായിരിക്കും. പിന്നെ വെനസ്ഡേ നമുക്ക് ഒരു സൂം മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു വെൽക്കം മീറ്റിംഗ് ആണ്. വെൽക്കം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസിങ് വോയിസ് ട്രെയിനിങ്, വോക്കൽ കെയറിന്റെ ട്രെയിനിങ്ങിനെ പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണ് നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത്. അതെല്ലാ ബുധനാഴ്ചയും 9:15 നടക്കുന്നത്.
അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്താനായിട്ട് ഈ വോക്കൽ കെയർ ട്രെയിനിങ്ങിനെ കുറിച്ച് ക്ലാരിറ്റി കൊടുക്കാനായിട്ടാണ് ഈ ഒരു ട്രെയിനിങ്, ഈ ഒരു സെഷൻ നമ്മൾ നടത്തുന്നത്. ഏതാ? വെനസ്ഡേയിലെ ഈ 9-15 മീറ്റിംഗ്. അപ്പോൾ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനിലെ ലെസൺസ് പരിചയപ്പെട്ടു, വാട്സപ്പിലെ ചാറ്റ് സപ്പോർട്ട് പരിചയപ്പെട്ടു, അടുത്ത വീക്കിലി സൂം മീറ്റിംഗ് പരിചയപ്പെട്ടു. ഇനി വരുന്നത് നമുക്ക് കമ്മ്യൂണിറ്റി ആക്സസ് ആണ്. നമുക്ക് ഒരേ ആവശ്യത്തോടെ, ഒരേ മനോഭാവത്തോടെ, ഒരേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരെല്ലാം നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് ഈ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്ത് വരുന്നവരെല്ലാം നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിർത്തുന്നുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിനെ വോക്കൽ കെയർ ഫാമിലി എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. പിന്നെ വാട്സപ്പിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൻ്റെയും പേര് വോക്കൽ കെയർ ഫാമിലി എന്നാണ്. അതൊരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പിലും ടെലഗ്രാമിലും അഡ്മിൻ ഒൺലിയാണ്. പക്ഷെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്കത് ഓപ്പൺ ആണ്. അപ്പോൾ ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും പരസ്പരം ടെക്സ്റ്റ് ചെയ്യാനും നിങ്ങളുടെ വീഡിയോസ് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാനും നിങ്ങളെ പരിചയപ്പെടുത്താനും ഒക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഓപ്പൺ ആയിട്ട് മൊബൈൽ ആപ്ലിക്കേഷനിലെ കമ്മ്യൂണിറ്റി, അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് അത് ഓപ്പൺ ആയിട്ട് വച്ചേക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാനും നിങ്ങളെ ഡെവലപ്പ് ചെയ്യാനും നിങ്ങളെ പരിചയപ്പെടുത്താനും ഒക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതിൽ കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. അപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനിലെ ലെസൺസ്, വാട്സപ്പിലെ ചാറ്റ് സപ്പോർട്ട്, വീക്കിലി സൂം മീറ്റിംഗ്, പിന്നെ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ കമ്മ്യൂണിറ്റി. അഞ്ചാമത് വരുന്നത് അക്കൗണ്ടബിലിറ്റി പാർട്ണർ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. അതായത് ഇപ്പോൾ രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് പോകുന്നവർക്കറിയാം, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ പോകും, നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കാനായിട്ട് സാധ്യതയുണ്ട്. മോസ്റ്റ് കോമൺലി പൊതുവെ അങ്ങനെയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ എക്സസൈസും ഈ വോക്കൽ എക്സസൈസും ഇതിൻ്റെ പ്രാക്ടീസും എല്ലാം നമ്മൾ ആദ്യത്തെ ആവേശം 2-3 ദിവസം കഴിയുമ്പോൾ ഉണ്ടായില്ലെങ്കിലോ, നമ്മൾ അത് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചാലോ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് സംഭവിക്കാതിരിക്കാനായിട്ടാണ് നിങ്ങൾക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ. ഇപ്പോൾ എക്സസൈസിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മടി തോന്നിയാൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരനുണ്ട്, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണ് നാളെ ജിമ്മിൽ പോകാമെന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്യുന്നുവെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ ഒരു പക്ഷേ അയാൾ വന്ന് വിളിക്കാം, എടാ എണീക്ക് പോകാം എന്ന് പറയുന്നത് വിളിക്കുമ്പോൾ നമുക്കതൊരു ഉത്സാഹമായിട്ട് തോന്നും, നമ്മൾ തീർച്ചയായിട്ടും പോകും. അങ്ങനെ നിങ്ങൾക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ണറെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മ്യൂച്വലി ഹെൽപ്പ് ചെയ്യുക. അയാൾ എക്സസൈസ് ചെയ്തോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ എക്സസൈസ് ചെയ്തോ എന്ന് അയാളും അന്വേഷിക്കുക. ഒരു ഇൻഡിവിജ്വൽ സപ്പോർട്ടർ നിങ്ങൾക്ക് ലഭിക്കും. മ്യൂച്വൽ ഒരു പാർട്ട്ണർഷിപ്പിലൂടെ ഈ ഒരു ട്രെയിനിങ് ഓരോ ലെസണും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡ്രോപ്പ് ചെയ്യാതെ, മടി പിടിച്ചോ മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാതെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതിലൂടെ ശ്രമിക്കുന്നത് അതാണ്, നമ്മൾ ഒരു ഉത്സാഹത്തിൻ്റെയും കൗതുകത്തിൻ്റെയും പേരിൽ മാത്രമല്ല, ആദ്യത്തെ ഒരു ആവേശത്തിൽ മാത്രമല്ല, നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണം. ഏതാ നമ്മൾ ആ ഗോളിലൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളില്ലേ, നമ്മുടെ ശബ്ദത്തിൻ്റെ ഒരു ചേഞ്ച്, ശബ്ദത്തിൻ്റെ ഒരു ഡെപ്ത്, നമ്മുടെ ശബ്ദം ഒന്ന് എക്സ്പ്ലോർ ചെയ്തെടുക്കുന്ന രീതിയിൽ നമുക്കൊരു സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം അതിനാണ് ഈ ഒരു മറ്റ് സിസ്റ്റംസ് നമ്മൾ വെച്ചിരിക്കുന്നത്. വാട്സപ്പിലെ ചാറ്റ് സപ്പോർട്ട് ആയാലും, കമ്മ്യൂണിറ്റി ആയാലും, അക്കൗണ്ടബിലിറ്റി പാർട്ണർ ആയാലും, സൂം മീറ്റിംഗ് ആയാലും, നിങ്ങൾ ആ കോഴ്സ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. സാധാരണ ഓൺലൈൻ കോഴ്സസ് ഒക്കെ അതിൽ പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം, നിങ്ങളൊരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ കുറേ വീഡിയോ ലെസൺസ് അവർ തരും, നമ്മൾ അതുപോലെ കണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസ് തന്നിട്ട് നിങ്ങളെ ചെയ്യുക എന്ന് പറഞ്ഞ് നിങ്ങളെ തലയിൽ കെട്ടിവെച്ച് അങ്ങ് വിടുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള സിസ്റ്റംസ് നമുക്കുണ്ട്. അത് ഈ അക്കൗണ്ടബിലിറ്റി പാർട്ണർ ആയാലും മറ്റ് വീക്കിലി സൂം മീറ്റിംഗ് ആയാലും എല്ലാം അതിനകത്ത് ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ്. അടുത്ത് വരുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അടുത്ത ഡെയിലി സ്കോർ ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓരോ എക്സസൈസും ചെയ്തിട്ട് അതിൻ്റെ സ്കോർ എത്രയാണെന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം നിങ്ങൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഓരോ ദിവസമുള്ള പ്രോഗ്രസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഒരു സെൽഫ് മോട്ടിവേഷൻ നിങ്ങൾക്കുണ്ടാകും. ഓക്കെ, ഇന്നലത്തതിൽ ഞാൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നാളെ എനിക്ക് ഇന്നത്തെ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിക്കുകയും
കൂടുതൽ സ്കോർ കിട്ടാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു സെൽഫ് മോട്ടിവേഷൻ, ഒരു സെൽഫ് ഇവാലുവേഷൻ അതിനകത്ത് ഉണ്ടാകും. നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് എനിക്കും സാധിക്കും. കാരണം നിങ്ങൾ എല്ലാ ദിവസവും എനിക്ക് സ്കോർ ബോർഡ് ഇങ്ങനെ അയച്ചു തരണം. ഇതാണ് അതിൻ്റെ ഒരു സ്കോർ ബോർഡിന്റെ ഒരു മോഡൽ. അപ്പോൾ ബ്രീത്തിങ് സ്കോർ എത്രയാണ്, ഓപ്പൺ വോയിസ് സ്കോർ എത്രയാണ്, എയർ പുഷിംഗ് സ്കോർ എത്രയാണ്, ഇതൊക്കെ ഓരോ എക്സസൈസ് ആണ് കേട്ടോ. ഓരോ ലെസൺസിൽ വരുന്ന എക്സസൈസ് ആണ് ഈ 1 മന്ത് ട്രെയിനിങ്ങിൽ. അപ്പോൾ അതിന്റെ സ്കോർ നമ്മളിങ്ങനെ താഴെ താഴെ എഴുതി. ഇപ്പോൾ ഒരു മോഡൽ ഞാൻ കാണിക്കും. ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ഒരാൾ അയച്ച ഇത് അദ്ദേഹത്തിന്റെ ഒരു സ്കോർ ബോർഡ്. ഇതിനകത്ത് 17-2 സ്കോർ അല്ല 18, 19 വരുമ്പോൾ അത് വ്യത്യാസം വരുന്നുണ്ട്. നേരിയ വ്യത്യാസമൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ ആദ്യത്തേതിൽ നിന്ന് 1-ാം തീയതി സംഭവിച്ചതിൽ നിന്ന് വലിയൊരു വ്യത്യാസം ഈ 18-ാം തീയതി സ്കോറിൽ കാണാനായിട്ട് പറ്റും. ഇവിടെ 52 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ 59 ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു 1 മന്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് അതിനകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ വീഡിയോ ലെസൺസ് മൊബൈൽ ആപ്ലിക്കേഷനിൽ, ചാറ്റ് സപ്പോർട്ട്, ഹോംവർക്ക് സബ്മിഷൻ വാട്സപ്പിൽ, വീക്ക്ലി സൂം മീറ്റിംഗ്സ്, കമ്മ്യൂണിറ്റി ആക്സസ്, അക്കൗണ്ടബിലിറ്റി പാർട്ണർ, ഡെയിലി സ്കോർ ബോർഡ്. അപ്പോൾ ഇതാണ് ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ ആണ് പറയുന്നത്. അപ്പോൾ അതിന് ഈ 1 മന്ത് ട്രെയിനിങ്ങിന് നമ്മൾ ചാർജ് വരുന്നത് 7,999 രൂപയാണ്. പക്ഷെ ഇത്രയും നിങ്ങൾ മുടക്കേണ്ടതില്ല. ഇത് ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു വാല്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ് 7,999 രൂപ. നിങ്ങൾ 1 അവർ ക്ലാസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ, 1 അവർ ക്ലാസ് പർച്ചേസ് ചെയ്തിട്ട് അത് വളരെ വേഗം തന്നെ, അത് ഒരുപാട് വൈകാതെ 1-2 ദിവസത്തിനുള്ളിലൊക്കെ നിങ്ങൾ അത് കണ്ട് അതിനകത്ത് ചില ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. അപ്പോൾ അതിന് ശരിക്കും നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 50% ഓഫറിൽ, അതായത് 3,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ 1 മന്ത് ട്രെയിനിങ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 50% ഓഫർ ലൈഫ് ടൈം വാലിഡിറ്റിയോടുകൂടെ ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റിയോടും കൂടെ നിങ്ങൾ 1 അവർ ക്ലാസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മന്ത് ട്രെയിനിങ്ങിലേക്ക് ഈ ഒരു 50% ഓഫറിൽ പോകാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് നിങ്ങൾ അടുത്തെടുക്കേണ്ടുന്ന സ്റ്റെപ്പ് എന്ന് പറയാൻ, ഇപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ഒക്കെ കേട്ടിട്ട് നിങ്ങൾ ട്രെയിനിങ് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ രജിസ്റ്റർ ഫോർ ഇൻട്രൊഡക്ഷൻ ക്ലാസ്, 1 അവർ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതിനകത്തുള്ള രജിസ്ട്രേഷൻ ലിങ്ക് ഒക്കെ ആ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. എന്നിട്ട് അപ്പോൾ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ലിങ്കും മറ്റു ഡീറ്റെയിൽസും ഒക്കെ, പേയ്മെന്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റും ഒക്കെ നിങ്ങൾക്ക് വാട്സപ്പിലും ഇമെയിലും ലഭിക്കും. ആ ലിങ്കിലൂടെ നിങ്ങൾ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം 1 അവർ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. 1 അവർ ക്ലാസ് കണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കൺവിൻസിങ് ആണ്, ആ ഡീറ്റെയിൽ ഒക്കെ കേട്ട് നിങ്ങൾ ബോധ്യപ്പെടുന്നു എങ്കിൽ 1 മന്ത് ട്രെയിനിങ്ങിലേക്കുള്ള പേയ്മെന്റ് ചെയ്യാം. അപ്പോൾ 1 അവർ ക്ലാസ്സിന്റെ തൊട്ടടുത്ത് തന്നെ ഈ 1 മന്ത് ട്രെയിനിങ്ങിന്റെ ക്ലാസ് ആഡ് ആവും. അപ്പോൾ രണ്ടാമത് പർച്ചേസ് ചെയ്തിരിക്കുന്ന ആ കോഴ്സ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഓട്ടോമാറ്റഡ് ആയിട്ട് തന്നെ അപ്ലോഡ് ആകും, അതിനകത്ത് ആഡ് ആകും. എന്നിട്ട് നിങ്ങൾക്ക് ആ 1 മന്ത് ക്ലാസ് ഓരോ ദിവസവും ഡേ 1, ഡേ 2, ഡേ 3 എന്ന് ഓരോന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത് സംബന്ധിച്ച എല്ലാ ഡൗട്ട്സും നിങ്ങൾ ചോദിക്കാനായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ വാട്സപ്പാണ് 6238241968 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ട്രെയിനിങ്ങിന്റെ ഒരു മൊത്തം എന്ന് പറയാം. അപ്പോൾ ഞാൻ നമ്മുടെ കോഴ്സിന്റെ 1 മന്തിന്റെയും നമ്മുടെ മൊബൈൽ, ഇതിപ്പോൾ ഞാൻ വെബ്സൈറ്റിൽ നിന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഫീഡ്, കോഴ്സ്, മെസ്സേജസ് എന്ന് പറയുന്ന 3 പാർട്ട് അതിനകത്ത് കാണാൻ പറ്റും. വീഡിയോ കോൾസ് കൂടെ കാണാൻ പറ്റും. നമ്മുടെ സൂം മീറ്റിങ്ങിനും മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ മെസ്സേജ് എന്ന് പറയുന്ന സെക്ഷനിൽ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് കമ്മ്യൂണിറ്റീസും വരുന്നുണ്ട്, ഇൻബോക്സ്. കമ്മ്യൂണിറ്റീസിൽ പോയാൽ നമ്മുടെ 1 അവർ ക്ലാസ് പർച്ചേസ് ചെയ്തിട്ടുള്ളവരെല്ലാം അടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇത് 1 മന്ത് പർച്ചേസ് ചെയ്തിട്ടുള്ളവർ. അപ്പോൾ അതിനകത്ത് ഒരു ഗ്രൂപ്പ് പോലെ, വാട്സപ്പ് ഗ്രൂപ്പ് പോലെ നമുക്ക് ചാറ്റ് ചെയ്യാം, വോയിസ് അയക്കാം, ലിങ്ക് അയക്കാം. അങ്ങനെ അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. പിന്നെ ഇൻബോക്സ് എന്ന് പറയുന്നിടത്ത് നിന്നാൽ പേഴ്സണലി ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. പക്ഷെ ഞാനത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ എല്ലാ കോൺടാക്റ്റും വാട്സപ്പിൽ തന്നെയാണ് റിസീവ് ചെയ്യുന്നത്. പിന്നെ കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു വോയിസ് ട്രെയിനിങ് 1 അവർ ക്ലാസ് ഇവിടെ ഉണ്ട്.
അതോടൊപ്പം വോയിസ് ട്രെയിനിങ് ലൈഫ് ടൈം ആക്സസോട് കൂടിയ 1 മന്ത് ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ 1 മന്ത് ട്രെയിനിങ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ അതിനകത്ത് ഓരോ ലെസണും ഡേ 1 അതിൽ ആമുഖമാണ്. ഡേ 2 ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു. ഡേ 3 ശ്രുതി അല്ലെങ്കിൽ സ്വരം എങ്ങനെ ഉറപ്പിക്കാം. അതിന് ചില മൊബൈൽ ആപ്ലിക്കേഷൻസും അതിന്റെ ലിങ്ക്സും ഒക്കെയാണ് നമ്മൾ 3-ാമത്തെ ഡേയിൽ പരിചയപ്പെടുന്നത്. 4-ാമത്തെ ഡേയിൽ വാമപ്പ് എക്സസൈസ് അത് സ്റ്റാർട്ട് ചെയ്യുന്നു. 5-ാമത്തെ ഡേയിൽ എന്തിന് വാമപ്പ് എക്സസൈസ് ചെയ്യണമെന്നുള്ള ഒരു ക്ലാരിറ്റി അതിനകത്ത് കൊടുക്കുന്നുണ്ട്. 6-ാമത്തെ ലെസണിൽ ഗായകർ എങ്ങനെ ശ്വാസം എടുക്കണം. 7 ശ്വാസം എങ്ങനെ ദീർഘമാക്കണം. ഡേ 8 8-ാമത്തെ ദിവസം വരുന്ന സ്കോർ ബോർഡ് തയ്യാറാക്കൽ. 9-ാമത്തെ ദിവസം വരുന്ന ശബ്ദം എങ്ങനെ ദൃഢമാക്കാം. ഡേ 10 ശബ്ദം എങ്ങനെ ഓപ്പൺ ആക്കാം. 11-ാമത്തെ ദിവസം നോസ് വോയിസ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള എക്സസൈസ് ആണ്. 12-ാമത്തെ ദിവസം ശബ്ദ ധ്യാനത്തിലൂടെ നമ്മുടെ ശബ്ദത്തെ തിരിച്ചറിയുക. 13-ാമത്തെ ദിവസം ദീർഘമായി ശബ്ദം നീട്ടുന്നത് എങ്ങനെ. 14-ാമത്തെ ദിവസം എയർ പുഷിംഗ് എക്സസൈസ്. 15-ാമത്തെ ദിവസം എങ്ങനെ വോക്കൽ റേഞ്ച് ഇംപ്രൂവ് ചെയ്യാം കണ്ടെത്താം. 16-ാമത്തെ ദിവസം ശബ്ദ ധ്യാനത്തിലൂടെ ശ്രുതി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം. 17-ാമത്തെ ദിവസം വ്യത്യസ്ത വൗവൽസ് ശബ്ദങ്ങൾ ശ്രുതിക്ക് അനുസരിച്ച് എങ്ങനെ നമുക്ക് മാറ്റാം. 18-ാമത്തെ ദിവസം ലിപ് ഡ്രിൽ എക്സസൈസ്. 19-ാമത്തെ ദിവസം സ്വരങ്ങൾക്കൊപ്പം ലിപ് ഡ്രിൽ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്നു. 20-ാമത്തെ ദിവസം സിംഗ് ആർ എന്ന് പറയുന്ന ഒരു എക്സസൈസ് നമ്മൾ പരിചയപ്പെടുന്നു. 21-ാമത്തെ ദിവസം വോക്കൽ ഫ്രൈ. 22-ാമത്തെ ദിവസം ലോ പിച്ച് ഹൈ പിച്ച് പാടാനൊക്കെയുള്ള ഒരു പ്രിപ്പറേറ്ററി ലെസൺ ആയിട്ടാണ് 22. 23 എന്ന് പറയുന്നത് ബേസ് നോട്ട് നമ്മൾ പാടാനായിട്ടുള്ള എക്സസൈസ്. 24-ാമത് ഹൈ പിച്ച് പാടാനായിട്ടുള്ള എക്സസൈസ്. 25 കൺക്ലൂഡിങ് ലെസൺ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ട്രെയിനിങ്ങിന്റെ ഓവറോൾ പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ ചോദ്യങ്ങളിലേക്കും സംശയങ്ങളിലേക്കും ഒക്കെ വരാം. ഓക്കെ, ഞാൻ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു എന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ മാക്സിമം അത് ആൻസർ ചെയ്യാം. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഷർമൈൻ. അതെ, ഷർമൈൻ 1 മന്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആളാണല്ലേ? അതെ അതെ അതെ. ഞാൻ ഇന്ന് പൈസ വിട്ടു. ടീച്ചറാണെന്ന് പറഞ്ഞു. ബഹറിൻ അല്ലേ? ടീച്ചറാണ്. അതെ, ഞാൻ ദുബായില് സർ. ഓക്കെ ഓക്കെ. ഏത് സ്കൂളിലാ? ദ ഇംഗ്ലീഷ് പ്രൈവറ്റ് സ്കൂളില്. ഓക്കെ ഓക്കെ. ഊദ്മേത്തയാണോ? ഉമൽ ക്വീൻ. ഉമ്മൽ ക്വീൻ. അല്ല, ഉമൽ ക്വീനില്. ഓക്കെ ഓക്കെ ഓക്കെ. പറയൂ ടീച്ചർ, എന്താണ് ഡൗട്ട്സ്? എനി ഡൗട്ട്സ്? എനിക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് സർ? ഞാനിപ്പോ മൊബൈൽ ആപ്ലിക്കേഷൻ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതെ, ടീച്ചർ നേരത്തെ അത് 1 അവർ ക്ലാസ് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടല്ലേ നമ്മൾ 1 മന്തിലേക്ക് വന്നത്? അതെ 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 ആ അതെ 1 അവർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത് എങ്ങനെയാണ്? നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലെ കോഴ്സ് സെക്ഷനിൽ പോയിട്ട് ഈ 1 അവർ ക്ലാസ് എടുത്തു. ലാപ്ടോപ്പ് വഴിയാണ്. ഏതാ? അത് ഞാൻ ലാപ്ടോപ്പ് വഴിയാണ് ഞാൻ ചെയ്തിട്ടാണ് ഞാൻ എടുത്തത് ആ ക്ലാസ്. ഓക്കെ മൊബൈൽ ആപ്ലിക്കേഷൻ അല്ല. ഓക്കെ. അപ്പൊ ഇനിയും എന്താണ്, മൊബൈൽ ആപ്ലിക്കേഷൻ ആണോ എടുക്കുന്നത് അതോ ഇനി എന്താണ്? ലാപ്ടോപ്പിൽ കൂടി ആയിരിക്കും എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അതേ ആ വെബ്സൈറ്റിൽ തന്നെ പോയിട്ട് നമ്മുടെ ഈ പുതിയ കോഴ്സ് അവിടെ ആഡ് ആയിട്ടുണ്ടാകും. നേരത്തെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു വോയിസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ആ 1 മന്ത് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ പുതിയ കോഴ്സ് അവിടെ ആഡ് ആയിട്ടുണ്ടാകും. അതിപ്പോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഡേ 1 ഓപ്പൺ ചെയ്യുക. പിന്നെ ഡേ 2 ഇന്ന് ഓപ്പൺ ആകത്തില്ല. അതായത് ഒരു യൂട്യൂബ് വീഡിയോ അത് ഓരോ ലെസണും 24 മണിക്കൂർ കഴിയുമ്പോഴേ അൺലോക്ക് ആകത്തുള്ളൂ. ഒറ്റ സ്റ്റെപ്പിൽ ഇരുന്നത് എല്ലാം കണ്ടു തീർക്കാനായിട്ട് പറ്റത്തില്ല. സെക്കൻഡ് ഡേ മാത്രമേ ഡേ 2 എന്ന് പറയുന്ന ലെസൺ ഓപ്പൺ ആകത്തുള്ളൂ. അപ്പൊ ഇത് 3-ാമത്തെ ദിവസമേ ഡേ 3 ഓപ്പൺ ആകത്തുള്ളൂ. 25-ാമത്തെ ദിവസം മാത്രമേ 25-ാമത്തെ ലെസൺ ഓപ്പൺ ആകത്തുള്ളൂ. ഓക്കെ സർ. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, അതൊന്ന് നോക്കിയിട്ട് ആ കോഴ്സിൽ കൃത്യമായിട്ട് എത്തിയതിനു ശേഷം എനിക്കൊന്ന് മെസ്സേജ് തരണം കേട്ടോ. മെസ്സേജ് വിടാം. ഓക്കെ സർ. ഓക്കെ സർ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നൈറ്റില് ഇപ്പൊ ഈവനിങ് ടൈമിൽ എനിക്ക് ഈ ഒരു സമയത്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ?
ഒരു ക്ലാസ് ഒരു സമയം ഒരു പ്രശ്നമില്ല, കാരണം ഓൾറെഡി അത് റെക്കോർഡഡ് ലെസൺ ആയിട്ട് തന്നിട്ടുള്ളതല്ലേ, അതിനകത്ത് നിങ്ങളുടെ ഫ്രീ ഓക്കെ ടൈം ആണ്. ഓക്കെ സർ. യാ ഓ ഓ ഓ ഓക്കെ. യാ. ഓക്കെ ഓക്കെ ആ ഓക്കെ ഒരു പ്രത്യേക ഓക്കെ ഒരു സർ. ടൈം എന്ന് പറയുന്നതേ നമ്മുടെ ഇതിന് ബാധകമല്ല. ആകെ ഉള്ളത് നമ്മുടെ ഈ സൂം മീറ്റിംഗ്, അത് എല്ലാ ഫ്രൈഡേയും നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ഒരു ഫ്രൈഡേ സ്കിപ്പ് ആയാലും കുഴപ്പമില്ല, ഓക്കെ സർ. ഓക്കെ കാരണം ഓക്കെ. അതിനകത്ത് ക്ലാസ് ഒന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഒരു ഡിസ്കഷനും പരിചയപ്പെടലും നിങ്ങളുടെ ട്രെയിനിങ് അപ്ഡേഷൻ അതെ അതെ. എന്തൊക്കെയായി എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒരു സൗഹൃദ സംഭാഷണം മാത്രമേ ഉള്ളൂ. ഓക്കെ സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഗുഡ് ഈവനിങ് സർ, സീമയാണ്. ഹായ് സീമ, പറയൂ. ഞാൻ മെയിൻ ആയിട്ട് എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പിച്ച് സെൻസ് ഒന്ന് ഡെവലപ്പ് ചെയ്യണമായിരുന്നു. ഈ കോഴ്സ് എത്രമാത്രം ഹെൽപ്പ് ആവും എന്നുള്ളതൊന്ന് പറയുമോ? ഓക്കെ. ഇപ്പോ ഒരു ചിത്രം കാണുമ്പോൾ, ഒരു പടം വരച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിനകത്ത് നീല ഏതാണ്, പച്ച ഏതാണ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്ന കോമ്പിനേഷൻ ഏതാണ്, ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? യെസ്, അതെന്തുകൊണ്ടാണ് പറ്റുന്നത്? അത് നമുക്കൊരു കളർ സെൻസ് ഉള്ളത് കൊണ്ട്, കളർ നമ്മൾ സെൻസ് ഉള്ളത്, അതെ, പഠിച്ചത് കൊണ്ട്. കറക്റ്റ്. അപ്പൊ ഇത് കറുപ്പാണ്, ആകാശത്തിന്റെ നിറം നീലയാണ്, ഇത് നമ്മൾ പഠിച്ചത് കൊണ്ടാണ് ആ ഒരു അതെ ബോധ്യം നമുക്കുള്ളത്, കളർ സെൻസ് ഉള്ളത്. അതെ. കറക്റ്റ് വാക്ക്, പറഞ്ഞത് കറക്റ്റ് വാക്ക്. അതുപോലെ തന്നെ മ്യൂസിക് ഉം, സെൻസ്, ഇത് ഡോ ആണ്, ഇത് റേ ആണ്, അതല്ലെങ്കിൽ ഇത് സാ ആണ്, ഇത് രീ ആണ് എന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഉം. അപ്പൊ അതിന് നമ്മുടെ ഈ ഒരു ട്രെയിനിങ്ങിൽ ഒരു പിച്ച് ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഒരു കീബോർഡിന്റെ ഒരു ലേഔട്ട് കാണിക്കാം. ഇപ്പൊ ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. ഇതിൽ നിന്ന് വ്യത്യാസമാണോ ഇത്? അതെ. ഓക്കെ. ഇതാദ്യം ഉറപ്പിക്കുക, ഈ രണ്ട് നോട്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാദ്യം ഉറപ്പിക്കുക. ഓക്കെ. ഇതിനനുസരിച്ച് സരി. അപ്പോ ഈ രണ്ടിൽ നിന്ന് വ്യത്യാസമാണ് മൂന്നാമത്തത്, യെസ്. അല്ലെ? അപ്പൊ ഇത് അതെ. ആദ്യം ഇത് ഹം ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ആ ലെസൺസ് ചില ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മൾ എത്രത്തോളം ശബ്ദം ഉയർത്തണം, എത്രത്തോളം താഴ്ത്തണം, നമ്മുടെ വോയിസ് അതിന്റെ ലെവല് അനലൈസ് ചെയ്യുന്ന ചില ആപ്ലിക്കേഷൻസ് നമ്മൾ അതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കുറെ ട്രൈ ചെയ്തു. നമ്മുടെ ഒരു ആപ്പ് ഉണ്ടല്ലോ, താൻപുര എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടല്ലോ, അതിൽ ഓക്കെ. ഇത് കുറെ പാട്ടുകളൊക്കെ പാടി നോക്കി. എന്നിട്ടും ഞാൻ ചർച്ചിലൊക്കെ ഗ്രൂപ്പായിട്ട് കൊയറിലുണ്ട്. അപ്പം ആ ഒരു സെൻസ് നമ്മുടെ ചർച്ചിലെ കൊയർ മാസ്റ്റർ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പുള്ളി ഇങ്ങനെ കുറെ ടിപ്സ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷെ എനിക്ക് ആ ഒരു സെൻസ് അങ്ങോട്ട് ഡെവലപ്പ് ആക്കാൻ പറ്റുന്നില്ല. അതെ. അതിന് അതിനകത്ത് ഈ ഈ നമ്മുടെ പിച്ച് ഹിറ്റ് ചെയ്യുന്നത്, നമ്മളെ വോയിസ് ഏത് ലെവലിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് ആപ്ലിക്കേഷനിലൂടെ അറിയാൻ പറ്റും, നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിലൂടെ. അപ്പൊ ഓക്കെ അതിനനുസരിച്ച് ഇപ്പൊ എത്രത്തോളം അതിനകത്ത് മാറ്റം കൊണ്ടുവരണം നമുക്ക് കണ്ടു തന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ അതായത് ഒരു ഗിറ്റാറിന്റെ സ്ട്രിങ് ഇങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ശബ്ദം ഇങ്ങനെ മുറുകുന്നത് പോലെ, തിരിച്ച് ലൂസ് ചെയ്യുമ്പോൾ ശബ്ദം ഇങ്ങനെ അയയുന്നത് പോലെ തൊണ്ടയെ നമുക്ക് അങ്ങനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ പിച്ച് അപ്പൊ ഇംപ്രൂവ്മെന്റ്, ഞാൻ ഈ ടീച്ചറാണോ? അതെ, ഓക്കെ. അപ്പൊ ടീച്ചർ രാവിലെ ടീച്ചറാണ്. എനിക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്തും ഈ കാര്യം പറഞ്ഞിരുന്നു, അല്ലേ? പറഞ്ഞിരുന്നു. അതെ, യെസ് ഞാൻ ശ്രദ്ധിച്ചു അത്. ഓക്കെ. യെസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക നമ്മുടെ ട്രെയിനിങ്ങിൽ ഈ പിച്ച് സെൻസ് ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞ് പാരലലി നമ്മുടെ മറ്റേ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നതിനോടൊപ്പം ഈ പിച്ച് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സാധനവും കൂടെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ. രണ്ടും അപ്പൊ ഈ ഒരുമിച്ചാണ് പോകുന്നത്. കോഴ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇതാണ് എന്റെ പ്രശ്നം. ബാക്കി ബ്രീതിങ് അങ്ങനെ പ്രോബ്ലം ഇല്ല, ഹൈ പിച്ച് ലോ പിച്ച് അതൊന്നും പ്രശ്നമല്ല. ഓക്കെ. അപ്പൊ ഇത് മാത്രമായിട്ട് നമ്മളങ്ങനെ ഡെവലപ്പ് ഒരു ചെയ്യാനുള്ള കോഴ്സായിട്ട് ഒരു ഫുൾ കോഴ്സായിട്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്നില്ല, എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ. കാരണം അതിപ്പോ ഹൈ പിച്ച് പാടണം, അല്ലെങ്കിൽ ആ ഒരു പിച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ആ ഒരു വോക്കൽ റേഞ്ച് ഇമ്പ്രൂവ് ചെയ്യണ്ടേ. അപ്പൊ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് കപ്പാസിറ്റി വേണം. പിന്നെ ഒറ്റ ദിവസം ആദ്യത്തെ ദിവസം തന്നെ എടുത്ത് ഹൈ പിച്ച് പാടുമ്പോൾ ചിലപ്പോൾ വോക്കൽ സ്ക്രാച്ചസ് ഉണ്ടാകാം, പ്രശ്നങ്ങൾ തൊണ്ടയ്ക്ക് കൂടുതലായിട്ടുണ്ടാകാം. അപ്പൊ വാമപ്പ് എക്സസൈസ് ചെയ്ത് ത്രോട്ടിനെ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുത്തിട്ടാണ് മറ്റ് എക്സസൈസുകളിലേക്ക് പോകുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്നത് പോലെ നമുക്ക്
ചില എക്സസൈസുകൾ ചിലരുടെ തൊണ്ടയ്ക്ക് പ്രശ്നമാണ്. അതൊരു ഓർഡർ അല്ലല്ലോ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓർഡർ അല്ല. പക്ഷെ നമുക്ക് ഇതിനകത്തൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഒടുവിൽ ചെയ്യേണ്ടത് എന്താണ്, അങ്ങനെ ഗ്രാജുവൽ ഒരു ഡെവലപ്മെന്റിലൂടെയാണ് പോകുന്നത്. ഒടുവിലാണ് നമ്മൾ ഈ ഹൈ പിച്ചും പിച്ച് ഇംപ്രൂവ്മെന്റ് ഒക്കെ നമ്മൾ ശബ്ദത്തിൽ വരുമ്പോൾ അത് പാടി ഫലിപ്പിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയിലോട്ട് നമ്മൾ വരുന്നത്. ഓക്കെ, ഫൈൻ സർ. ഓക്കെ. താങ്ക് യു. അപ്പോ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? എങ്ങനെയാണ് നമ്മുടെ ഈ 1 hour ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ ഞാനൊരു ഡെമോ കാണിക്കാം. ഈ അപ്പൊ 1 hour നമ്മുടെ ക്ലാസ്സിന്റെ ഫീസ് എത്രയാന്ന് സാർ പറഞ്ഞത്? 99. 99 rupees. അതെ, നമ്മുടെ വെബ്സൈറ്റിൽ അത് പോയിട്ട് ഞാൻ അവിടെ. അറ്റൻഡ് ചെയ്തു. അത് ഞാൻ അറ്റൻഡ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ തന്നെയാണോ ഈ വെബ്സൈറ്റിൽ പോയിട്ട്? യെസ് അതെ. ഓക്കെ, അപ്പൊ ഇവിടെ പോകുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, പിന്നെ എന്നിട്ട് പ്രൊസീഡ് ടു പേ കൊടുക്കുമ്പോൾ ഇത് നമുക്ക് പേയ്മെന്റ് അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. ചെയ്തു, അത് ചെയ്തിരുന്നു, അത് അറ്റൻഡും ചെയ്തു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞെങ്കിൽ അടുത്ത് 1 month ട്രെയിനിങ്ങിലേക്ക് പോകാം. ഓക്കെ. നമ്പർ ഏതാണ് നിങ്ങളുടെ നമ്പർ എന്ന് പറയാമോ? 9619432030. 9619432030. ഓക്കെ. അപ്പോൾ വാട്സപ്പിൽ എനിക്കൊരു ഹായ് തരും. ഞാനത് നോട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ വാട്സപ്പിൽ ഒരു ഹായ് തന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് പറഞ്ഞു. ഹായ് ഇടണ്ട, ഹായ് ഇട്ടാൽ വെൽക്കം സീമ. മെസ്സേജ് ട്രിഗർ ആവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേര് ഓക്കെ, വാട്സപ്പിൽ ഒന്ന് പറഞ്ഞിരുന്നാൽ മതി, ഞാനത് ഫോളോ അപ്പ് ചെയ്തോളാം. ശരി സീമ. എന്നാണ് നമ്മുടെ ഈ 1 hour ക്ലാസ് എപ്പോഴാണ് കഴിഞ്ഞത്? ഇന്നലെ ഓക്കെ ആഫ്റ്റർനൂണിലായിരുന്നു. ഓക്കെ ഓക്കെ. മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല സാർ. ഓക്കെ താങ്ക് യു സോ മച്ച്. ഓക്കെ. മറ്റാർക്കെങ്കിലും? ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തതിൽ പ്രത്യേക സന്തോഷം. അപ്പൊ ഈ മീറ്റിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ടെമ്പററി വാട്സപ്പ് ഗ്രൂപ്പ് ഇന്ന് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു മീറ്റിംഗിന്റെ റെക്കോർഡിംഗ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ഒരു ലിങ്ക് ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ തരാം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ കണക്റ്റഡ്. ആ ഒരു ടെമ്പററി വാട്സപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് പെർമനന്റ്ലി വാട്സപ്പിൽ തന്നെ ഒരു ഗ്രൂപ്പ് വേറെയുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് താല്പര്യമുള്ളവർ, കണക്റ്റഡ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ കമ്മ്യൂണിറ്റിയിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ വളരെ വിലപ്പെട്ട സമയം ഈ ഒരു പുതിയ കാര്യം കേൾക്കാനും ഈ ട്രെയിനിങ്ങിനെ കുറിച്ച് അറിയാനും ഒക്കെ മനസ്സ് കാണിച്ചതിലും സമയം കണ്ടെത്തിയതിലും ഐ റിയലി അപ്രീഷിയേറ്റ് യു. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. Good night. ഗുഡ് നൈറ്റ്. Good night, Good sir. night, sir. Good night, sir. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night. Good night, sir. ഗുഡ് നൈറ്റ്. Value of the